പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വിജയദശമി ദിനത്തിലെ നമ്മൾ ഉച്ചയൂൺ വിശേഷങ്ങളാണ്. അതിനുള്ള വിഭവങ്ങളൊക്കെ തയ്യാറാക്കാണ്. അപ്പോൾ നമ്മൾ അതാണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത്. സാമ്പാർ, പിന്നെ ഇഞ്ചി തൈരാണ്, പിന്നെ ശർക്കര നെയ്പായസം, അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഇന്നിതാ സാമ്പാർ വയ്ക്കാനുള്ള കഷ്ണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇന്നിപ്പോൾ വിജയദശമി ദിനത്തിൽ ഉള്ള നമ്മളെ ഉച്ചയൂൺ വിശേഷങ്ങളാണല്ലോ നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ പൂജ എടുപ്പൊക്കെ കഴിഞ്ഞു, പുസ്തകമൊക്കെ പൂജ എടുപ്പ് കഴിഞ്ഞ് വായനയൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോൾ സാമ്പാറിൻ്റെ പണിക്ക് നമ്മൾ അതൊക്കെ നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം മറ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഓരോ കഷ്ണങ്ങളൊക്കെ ഏതായാലും ഒക്കെ ഒന്ന് തോലൊക്കെ ചെത്തി ഒക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം ആദ്യം. അപ്പോൾ ഇന്ന് ഏതായാലും സാമ്പാറാവുമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതാ തോലിയത്തിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോ കഷ്ണങ്ങളും ഇങ്ങനെ നുറുക്കാം. ഉള്ളിയും കിഴങ്ങും എല്ലാം ഒക്കെ അങ്ങനെ നുറുക്കിയെടുക്കാം. പിന്നെ കത്തിരിക്കയുണ്ട്. നമ്മൾ ആദ്യം സാമ്പാറിൻ്റെ പണി അത് കഴിഞ്ഞിട്ട് വേണം പിന്നെ നമ്മളിപ്പോൾ ഇഞ്ചിത്തൈര് അതാണ് ഉണ്ടാക്കുന്നത്. അത് തൈരും നമ്മൾ സലാഡ് പോലെ തന്നെ തക്കാളിയൊക്കെ കൂടി ചേർത്തിട്ട് അതുണ്ട്, അത് ചെയ്യണം. പിന്നെയാണ് നമുക്ക് ശർക്കര നെയ്പായസം ഉള്ളത്. പിന്നെ അതാണ് എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ശർക്കര പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓരോ കഷ്ണങ്ങൾ അങ്ങനെ നുറുക്കിയായി വരുന്നുണ്ട്. തക്കാളി പിന്നെ 2-3 എടുക്കുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ അവിടെ ആയി. വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഇവിടെ വേറെ നിൽക്കട്ടെ. അപ്പോൾ ഇനി കഷ്ണങ്ങൾ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ ഇടാം. പിന്നെ ഇപ്പോൾ നമുക്ക് പരിപ്പ്, അത് ലേശം വെള്ളത്തിൽ ഒന്നുകൊണ്ട് കുതിർത്ത് ഇടണം. അത് ഒന്ന് കഴിഞ്ഞിട്ടേ പിന്നെ ഇതിലിടുള്ളൂ. അതായത് കുതിർക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ടാണ്, കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ കറിയിലേക്ക് ഉള്ള ചേരുവയ്ക്ക് ചേർത്തു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് മല്ലിപ്പൊടി അത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ വെള്ളം. ഇനിയിപ്പോൾ അത് അരയ്ക്കുന്നതിലേക്കുള്ളതാണ്. ചെറിയ ഉള്ളി തേങ്ങയും കൂടി, തേങ്ങ ചിരവിയത് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞ ശേഷം നമ്മൾ എടുത്തു. അതിൽ പുളി പിഴിഞ്ഞ് പാർന്നു. പിന്നെ വെണ്ടയ്ക്കും മുരിങ്ങക്കായി ഇപ്പോഴാണ് ചേർക്കുന്നത്. ഒറ്റ വിസിലേ കൂക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കും വെള്ളം. ഇനിയിപ്പോൾ ഇതങ്ങനെ ഉണ്ട് വേവിച്ചെടുക്കാം. പിന്നെ ലേശം സാമ്പാർ പൊടി അതിൽ നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒക്കെ എല്ലാ കഷ്ണങ്ങളും വെന്തു. നമ്മൾ അരച്ചത് ചേർക്കുകയാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിൽ സാധാരണ ഉണ്ടാക്കുന്നൊരു സാമ്പാർ. കറിവേപ്പില ചേർക്കാം. ലേശം കായപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും താളിച്ച് ചേർത്തു. നമ്മൾ സാമ്പാർ ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ഇഞ്ചിത്തൈര് നമ്മൾ എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. മറ്റ് കുക്കുംബറുണ്ട്, ക്യാരറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ കുക്കുംബർ ഒന്ന് തോല് ചെത്താം. എല്ലാം ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ തൈരൊക്കെ ചേർത്തിട്ടുള്ള സലാഡ്. അപ്പോൾ ഒക്കെ ഒന്ന് ചെറുതാക്കി അരിയാം. കുക്കുംബർ, തക്കാളി,
ക്യാരറ്റ്, വലിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് കൂടി ചേർത്തിട്ടാണ്. ഇനി ഈ പാത്രത്തിൽ എങ്ങനെ ഇടാം. അപ്പോൾ ഇന്ന് കുറേ പിന്നെ നമ്മൾ ഈ ഇഞ്ചിത്തൈര് ഇതുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ സലാഡ്, അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയാവാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ വേവിച്ചെടുക്കാനൊന്നുമില്ലല്ലോ, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഒരു പായസം എല്ലാം ഉണ്ടാക്കുമ്പോഴേക്ക് സമയം ഉണ്ടാവില്ല, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു കറിയാക്കി. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ പതിവ് മാങ്ങാപ്പെരുക്കാണ് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ. ഒക്കെ ചെറുതാക്കി എങ്ങനെയുണ്ട് അരിയാം. ഇത് നല്ല രസമാണ് കഴിക്കാൻ. നല്ല തൈര് ഒക്കെ കൊണ്ട് ചേരുമ്പോൾ നമ്മൾ 2 പച്ചമുളക്, ഇത് പിന്നെ ഉണ്ടമുളകല്ല, നല്ല നീണ്ട പച്ചമുളക് തന്നെയാണ്. അതും ചെറുതാക്കി ഇങ്ങോട്ട് അരിയാം. പിന്നെ ഇപ്പോൾ അതിലേക്ക് ഇഞ്ചി, നമ്മൾ പൊതുവേ ഇത് ഇഞ്ചി തൈര് എന്ന് പറയുമല്ലോ, ഇഞ്ചി തൈര് വലിയ പ്രധാനമാണ്. ഇനിയിപ്പോൾ നമുക്കിതാ തൈര് ചേർത്ത് കൊടുക്കാം. ഒന്നുമില്ല, ഇനിയിപ്പോൾ നന്നാക്കി എന്നിട്ട് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്കതിൽ ചേർക്കാം. അപ്പോൾ ഇതാ അതിവിടെ റെഡിയായി, ഇവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമുക്കിതാ ഉണങ്ങല്ലരി അത് എടുക്കാം. കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. അത് കഴുകിയെടുത്തു. ഇനിയിപ്പോൾ ഇതാ നമ്മൾ സ്റ്റീലിൻ്റെ ആ ഉരുളിയാണ്, അതിൽ വെള്ളം വെച്ച് വെള്ളം ചൂടായി വരുമ്പോൾ നമുക്കിതാ നേരെ കഴുകി വെച്ച ആ ഉണക്കല്ലരി അത് ചേർക്കാം. ഞങ്ങൾക്ക് 2 പേർക്കുള്ളത്. നമ്മൾ സാമ്പാറും ഇഞ്ചി തൈരും ഒക്കെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ഈ പായസപ്പണി മാത്രമേ ഉള്ളൂ. ഇതുകൂടി ആയാൽ കഴിയും. ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. എളുപ്പം വേവുത്, എളുപ്പം വേവുന്ന അരിയാണ്. പിന്നെ അതിലേക്കുള്ള ശർക്കര അവിടെ ഉണ്ട്. അപ്പം ഇനി ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 എണ്ണം ചേർക്കുന്നുണ്ട്. പിന്നെ മധുരം കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, എന്തായാലും വേണ്ടി വരും. അപ്പോൾ ശർക്കര കലിഞ്ഞു. ഒരച്ച കൂടി ചേർത്തിട്ടുണ്ട്, വലിയ 4 അച്ചാണ്. നല്ല പോലെ അലിഞ്ഞിട്ടുണ്ട്, നല്ല ശർക്കരയാണ്. അപ്പോൾ ഇതാ തേങ്ങ ചിരവിയത് അത് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ തേങ്ങ ചിരവിയതുണ്ട്. നമ്മൾ നെയ്യ് ലേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചെറിയ ജീരകം അത് നന്നാക്കിയിട്ട് ഒന്നുകൂടി പൊടിച്ച് എടുത്ത ശേഷം ഇതാ അതും ചേർത്തു. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡിയായി. നമ്മൾ ഊണ് കഴിക്കായി. അമ്മയ്ക്ക് സാമ്പാറൊക്കെ കൊടുക്കാം. പിന്നെ എന്താ നമ്മളെ സലാഡുണ്ട്, വെജിറ്റബിൾ സലാഡ്, പിന്നെ പപ്പടം കാച്ചിയത്. ഇന്നിപ്പോൾ ഇത് മാത്രമാണ്. നമുക്ക് നല്ലൊരു വെജിറ്റേറിയൻ ഊണാണ്. സലാഡിലുള്ളതുകൊണ്ട് പിന്നെ സാമ്പാറിന് പിന്നെ തൈര് വേറെ വേണ്ട, പ്രത്യേകിച്ച് വേറെ വേണ്ട. പിന്നെതാ ഊണഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി പായസം അത് കൊടുക്കാം അമ്മയ്ക്ക്. നല്ല ശർക്കര നെയ് പായസം. അതിൽ പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല, വേണമെങ്കിൽ അത് ചേർക്കും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഗുഡ് ബൈ.